എപ്പോഴും ഞാൻ ഇതിലൊരു പാൻ കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും നമ്മുടെ നോർമൽ പാൻ കേക്ക്സ്, അതായത് മൈദയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഇട്ടിട്ടുണ്ടാകുന്ന നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള പാൻ കേക്ക്സ്, അതായത് ആ പാൻ കേക്ക്സ് പോലെ എന്താണ് ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരാത്തതെന്ന്. കാരണം ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തില്ലേ ഫ്ലഫി ആവില്ല. ബട്ട് വിതൗട്ട് ബേക്കിംഗ് പൗഡർ ഏതെങ്കിലും ഒരു നല്ലൊരു റെസിപ്പി കണ്ടുപിടിക്കണമല്ലോ പിടിക്കണമല്ലോ എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് ഫൈനലി ഒരു റെസിപ്പിയിലെത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഒരു ബനാന എടുത്തിട്ട് നന്നായിട്ട് മാഷ് ചെയ്തു. വലിയ ബനാനയാണെങ്കിൽ ഒരു ഹാഫ് മതി കേട്ടോ. അതിലേക്ക് ഒരു ഹാഫോളം അവക്കാഡോ എടുത്തിട്ട് അതും നന്നായിട്ട് മാഷ് ചെയ്തു. അതിനുശേഷം ഒരു മുട്ട ഇട്ടിട്ട് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് വിസ്ക് ചെയ്തു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ജോവർ ഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഈ ജോവർ ഫ്ലോർ എന്ന് പറയുന്നത് മൈദയുടെ ഒരു ഹെൽത്തി റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ദാണ്ടേ ഇത്രയും നല്ല ഫ്ലഫി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേഗം പോയി ട്രൈ ചെയ്ത് നിങ്ങളുടെ ലിറ്റിൽ വണ്ണിനും കുറച്ച് ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക്സ് ഒന്ന്